എന്താ ഇത്? കൊള്ളാം. എന്ത് കൊള്ളാന്ന്? നിന്റെ അകത്തെ പെർഫോമൻസ് കൊള്ളാം. എന്തായിരുന്നു നിനക്ക് പ്രേതം കയറിയ? ഓ അവരെ മുഖം നീ പറയണത് കണ്ടപ്പോഴേ എന്തൊരു ആശ്വാസം എന്നറിയാമോ? അല്ല ക്ഷമിക്കണേന് ഒരു പരിധിയില്ലേ. കുറെ നാളെ പുള്ളിക്കാരി തുടങ്ങി ഇടക്കിടക്ക് രണ്ടെണ്ണം പറഞ്ഞില്ലെങ്കിലേ തലേ കയറി നിരങ്ങും. ഇതിന്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്താവശ്യമുണ്ട് എന്താവശ്യമില്ല എന്ന് എനിക്കറിയാം. അല്ല നമുക്കറിയാം. ജോമിക്ക് അതൊക്കെ പറയാം. നിങ്ങൾ രണ്ടുപേരും കൂടെ പെണ്ണുമ്പോഴേ അവിടെ ടയറി കയറ്റിയപ്പോഴേ ഞാനും ഉണ്ടായിരുന്നു ക്യാബിനിൽ. എന്തോ ഒരു ആവേശം ചെയ്യൊക്കെ വിളിക്കുകയും ചെയ്തു. അവരായിരിക്കും ഞാൻ നിങ്ങളുടെ ടീമാന്ന് കരുതുന്നെങ്കിൽ കരുതട്ടെ. എടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് എന്ന് അവർ മനസ്സിലാക്കണം. അവസാനം നിങ്ങൾ കുടുംബക്കാരെല്ലാവരും കൂടെ ഒറ്റക്കെട്ടാവും. ഞാൻ പുറത്തു പോകും. എടി അങ്ങനെ കൂടെ നിൽക്കുന്നവരെ വഴി കളയുന്നവനാണ് ഈ ജോമിയെങ്കിൽ നിന്നെയൊക്കെ ആദ്യം നമ്മൾ ആദ്യത്തെ കമ്പനി പൂട്ടിയപ്പോഴേ ഞാൻ എടുത്ത് കളഞ്ഞേനെ. അങ്ങനത്തെ വർത്തമാനം പറയല്ലേ. ആ ശരി. അല്ല ജോമി ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? ഇല്ല കുട്ടാ, നീ പറഞ്ഞതിലൊരു തെറ്റുമില്ല. അവള് പറയുന്നത് നീ തലയിൽ എടുക്കരുത്. എടാ നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ് കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത്. നമ്മളെ ജൈത്രയാത്ര തടുക്കാൻ ആർക്കും പറ്റില്ല. മനസ്സിലായോ? മനസ്സിലായി. നിങ്ങൾ എങ്ങോട്ടേലൊക്കെ ജൈത്രയാത്ര വേറെ എന്തെങ്കിലും യാത്രയൊക്കെ നടത്തും. എന്നെ പഴുക്കി വിട്ടേക്ക്. അല്ലെങ്കിലും ഇവള് പോകുന്നത് തന്നെയാണ് നല്ലത്. എനിക്ക് ഇവളെ കൂടെ നിർത്തുന്നതിൽ അത്ര വിശ്വാസം ഇല്ല. അല്ല മനസ്സിലായില്ല. ഇവൾ ഡബിൾ പ്ലേ കളിക്കുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം. കുറച്ചുകൂടി വ്യക്തമായിട്ട് എനിക്കൊന്ന് പറഞ്ഞുതരാമോ? അതായത് നമ്മളെ മുമ്പിൽ ഒരു പ്ലേയും നമ്മളില്ലാത്തപ്പോൾ വേറൊരു പ്ലേയും പ്ലാൻ ചെയ്ത് പ്ലേ ചെയ്യുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം. യു ഗോട്ട് ഇറ്റ്? ജോമി കുറച്ചും കൂടി വ്യക്തമാക്കി ഒന്ന് പറഞ്ഞുതരാമോ? ഇപ്പോൾ വ്യക്തമായിട്ട് പറയാനുള്ള സമയമായിട്ടില്ല. എനിക്ക് കുറച്ചുകൂടെ ഡേറ്റാസ് കിട്ടാനുണ്ട്. അത് കഴിഞ്ഞ് വ്യക്തമായി പറയാറാവുമ്പോൾ ഞാൻ പറയാം. എനിക്കപ്പം നിൻ്റെ ആവശ്യങ്ങൾ വേണ്ടി വന്നേക്കും. മീൻസ് സഹായം. ജോമി നമ്മുടെ കുടുംബത്തിനും ഈ ഓഫീസിനും വേണ്ടി എന്ത് കാര്യത്തിനും കൂടെ നിൽക്കാൻ ഈ ലാസർ തയ്യാറാണ്. വെൽ ഡൺ മൈ ബോയ്, വെൽ ഡൺ. താങ്ക് യു. ഞാനൊന്നുകൂടെ കെട്ടിപ്പിടിച്ചോട്ടെ പ്ലീസ്. എനിക്ക് ഉമ്മ തരണമെന്നുണ്ട്. പേടിയാണ് നിന്നെ. നീ എൻ്റെ മോനോടാ. നീ ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു? എത്ര നേരം അന്വേഷിക്കുന്നേ? ആ ജോമി ലാസ്റ്ററും കൂടെ എന്നെ മാഡത്തിന്റെ ക്യാബിലേക്ക് വിളിച്ചോണ്ടുപോയിരുന്നേ. മാഡത്തിന്റെ ക്യാബിനിലോ? എന്തിന്? ഒന്നും പറയണ്ട. ആ ജോമി ലാസ്റ്ററും കൂടെ മാഡത്തിനെ വായി തോന്തൊക്കെ പറഞ്ഞ് ചൊറിഞ്ഞിട്ടുണ്ട്. നീ എല്ലാ ദിവന്മാരെ വിളിച്ച് ആരെങ്കിലും കൂടെ പോവോ? അതിന് ആര് കൂടെ പോയി? നിർബന്ധിച്ച് പിടിച്ചോണ്ടോ എന്ന് പറ. ഇപ്പൊ പോയിട്ട് വല്ല കുഴപ്പം സംഭവിച്ചോ? കുഴപ്പമുണ്ടായോന്നോ? നല്ല കുഴപ്പമുണ്ടായി. ഞാൻ നല്ല ബെസ്റ്റ് പാർട്ടികളുടെ കൂടെയല്ലേ പോയേ. എനിക്കാണെങ്കിൽ പോകാൻ ഒട്ടും താല്പര്യമില്ല. ഞാനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ പെട്ടും പോയി. നീ എന്താ സംഭവിച്ചതെന്നൊന്ന് തെളിച്ച് പറ. എന്ത് പറയാനാ, അവന്മാർ രണ്ടുപേരും കൂടെ ആ ക്യാബിനിൽ കയറി മാഡത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ലാസറും കൊടുത്തോ? ലാസർ കൊടുത്തോന്നാ? ലാസറാണ് കൊടുത്തത്. അവന്മാർ വായത്തോന്ന് എന്തൊക്കെയോ മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ട്. മാഡാണെങ്കിൽ എന്താ തിരിച്ച് പറയാന്ന് പോലും അറിയാത്ത പോലെ ഇരിപ്പായിരുന്നു. അപ്പോഴത്തെ ഒരു ആവേശത്തിന് ഞാനും എന്തൊക്കെയോ പറഞ്ഞ് ജയ്യൊക്കെ വിളിച്ചു. ഇപ്പം ആലോചിക്കുമ്പോൾ നല്ല പണി കിട്ടുമല്ലേ ഇപ്പോൾ? കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. ഉള്ള മനസമാധാനം കൂടി പോയല്ലോ. അല്ല, നീ ടോമിയുടെ അടുത്ത് എന്തൊക്കെ ചോദിക്കാൻ പോയിട്ടെന്തായി? മീനു നീ എന്നൊന്നും പറയരുത്. കൊളാക്കിയില്ലേ? കുളമൊന്നും ആക്കിയില്ല. ഞാൻ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ആ ഫ്ലോയിൽ അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ നിന്നെ കാണാനില്ല. അല്ല, എന്നെ കണ്ടില്ലെങ്കിൽ ഇപ്പം എന്താ? അല്ല, നിന്നെ കാണാണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഡയലോഗ് കൂടി വർക്ക് ആവാത്തതുകൊണ്ടാണ് നീ ഇറങ്ങി പോയെന്ന്. അപ്പോൾ എൻ്റെ ഉള്ള കോൺഫിഡൻസും കൂടെ പോയി. എല്ലാം കൊളാക്കി. മീനു, നീ എനിക്ക് ഒരു അവസരം കൂടി തരണം. ഞാൻ ആരാന്ന് ഞാൻ തെളിയിച്ചു തരാം. അയ്യോ, നീ എന്നെ കൂടുതൽ സഹായിക്കാൻ നിൽക്കല്ലേ. ഞാൻ സഹായിക്കാന്നല്ലേ വഴി പോകുന്ന എല്ലാ വയ്യാവലും എൻ്റെ തലയിലായിരിക്കും വരുന്നത്. അതുകൊണ്ട് സഹായം മതി. അതല്ല, എൻ്റെ കയ്യിൽ വേറെയും ചില നമ്പറുകളുണ്ട്. ആണോ? എന്നാൽ നമ്പറൊക്കെ മോൾ കയ്യിൽ തന്നെ വെച്ചാട്ടോ. ഒന്നും ആക്കാൻ നിൽക്കണ്ട. അല്ല, എൻ്റെ കയ്യിൽ അടിപൊളി നമ്പർ ഉണ്ട്. ചേടാ, സാരമില്ല. അവൾ അറിയാതൊരു പ്ലാൻ സെറ്റാക്കാം. അവൾക്കതൊരു സർപ്രൈസ് ആയിക്കോട്ടെ. മേഡം, എന്തുവാടാ? നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി പറയാൻ വന്നതാണോ? കുറച്ച് കൂടി പോയില്ലേ? വേറെ മാർഗമില്ലാത്തോണ്ടാ. നീ അഭിനയിക്കുന്നതാണോ അതോ നിന്റെ മനസ്സിൽ തോന്നിയതൊക്കെ നീ വിളിച്ച് പറയുന്നതാണോ എന്നാണ് എനിക്കിപ്പോ സംശയം. അങ്ങനെ തോന്നിയല്ലേ? അതിനുവേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തത്. മനസ്സിലായില്ല. മേഡം, മേഡം എൻ്റെ അടുത്ത് പറഞ്ഞ പ്ലാൻ എന്താ? ജോമിയെ ടോമിയെ തെറ്റിച്ചിട്ട് ജോമിയെ നമ്മുടെ സൈഡിലേക്ക് ആക്കണമെന്നല്ലേ?
അതൊക്കെ ശരി തന്നെ. ആ അങ്ങനെ അവരെ തെറ്റിക്കണമെങ്കിൽ എന്നാ ചെയ്യണ്ടേ? അവരുടെ വിശ്വാസം നമ്മൾ നേടിയെടുക്കണം അല്ലേ? ജോമിയുടെ വിശ്വാസം നേടിയെടുക്കാൻ എളുപ്പത്തിലാകും ഒരു വഴിയുള്ളൂ. എന്ത് വഴി? മേഡത്തെ ചീത്ത പറയുന്നത്. എന്ത്? എൻ്റെ കുഞ്ഞുമാണ് ചൂടാവല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മേഡത്തെ ചീത്ത പറഞ്ഞപ്പോഴാണ് അവന്മാരിൽ ഒരാളായിട്ട് കണ്ടുപിടിക്കുന്നത് അല്ലേ? അത് ശരിയാണ്. ആ അപ്പൊ ഞാൻ വീണ്ടും മേഡത്തെ ചീത്ത പറഞ്ഞാൽ അവരുടെ വിശ്വാസം കൂടിയുള്ളൂ. നീ പറയുന്ന പോയിന്റൊക്കെ എനിക്ക് മനസ്സിലായി. അവരുടെ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നെ തെറി വിളിക്കുകയാണോ? അതാണോ എൻ്റെ ശരി? മേഡം, നമുക്ക് ലക്ഷ്യമാണ് പ്രധാനം, അല്ലാതെ മാർഗമല്ല. ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു തന്നെ അവന്മാർ നോട്ട് ചെയ്തിട്ടുണ്ടാവും. എന്നാ ഞാനിങ്ങോട്ട് പോട്ടെ. ബൈ. ശരി, നീ പൊയ്ക്കോ. തൽക്കാലം നീ ഇപ്പൊ പൊയ്ക്കോ. നീ ഇപ്പൊ പറഞ്ഞതൊന്നും ശരിയല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒന്നുകൂടെ കാണേണ്ടി വരും. കാണാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്.